മുൻ എംഎൽഎ ടി ശരത് ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കെപിസിസി എക്സിക്യൂട്ടീവ് അംഗമായ ശരത് ചന്ദ്ര പ്രസാദ് രാജിക്കത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാജി. നിരന്തരം പാർട്ടി അവഗണിക്കുന്നതിനെ തുടർന്നാണ് രാജിവെക്കുന്നതെന്ന് ശരത് ചന്ദ്ര പ്രസാദ് പറഞ്ഞു. രാജി സ്വീകരിക്കില്ലെന്നും പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. കോൺഗ്രസിന്റെ അവഗണനയിലും തെറ്റായ നയങ്ങളിലും പ്രതിഷേധിച്ച് നിരവധി നേതാക്കളാണ് പാർട്ടി വിടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിടുന്നതിൽ നേതൃത്വത്തിന് കടുത്ത ആശങ്കയുണ്ട്. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാജിവെച്ചതെന്ന് കോൺഗ്രസ് നേതാവ് ശരത് ചന്ദ്ര പ്രസാദ് പറഞ്ഞു. രാജിക്കത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. തിരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. കെപിസിസി എക്സിക്യൂട്ടീവ് അംഗമാണ് ശരത് ചന്ദ്ര പ്രസാദ്. അതേസമയം രാജി സ്വീകരിക്കില്ലെന്നും പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. നിലവിൽ കെപിസിസി എക്സിക്യൂട്ടീവ് അംഗവും ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് ചീഫ് ഏജന്റുമാണ് ടി ശരത് ചന്ദ്ര പ്രസാദ്. പത്മജ വേണുഗോപാലിന് പിന്നാലെ നിരവധി നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറുന്നത്. ഇതിനിടെയാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള കെ കരുണാകരന്റെ അടുത്ത അനുയായി കൂടിയായ ശരത് ചന്ദ്ര പ്രസാദിന്റെ രാജി. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വിവരം. അതേസമയം താൻ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നും നേതൃത്വത്തിനെതിരായ വിമർശനം അറിയിച്ചതാണെന്നുമാണ് ശരത് ചന്ദ്ര പ്രസാദിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സഹായകമാകുന്ന നിലപാടാണ് നേതൃത്വത്തിനെന്ന കാര്യം തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉന്നയിച്ചിരുന്നുവെന്ന് ശരത് ചന്ദ്ര പ്രസാദ് വ്യക്തമാക്കി. നേതൃത്വത്തിനെതിരായ ചില വിമർശനങ്ങൾ വാട്സ്ആപ്പ് വഴി ശരത് ചന്ദ്ര പ്രസാദ് നൽകിയെന്ന് ചെന്നിത്തലയും സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെയും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹം പരന്നിരുന്നെങ്കിലും ശരത് ചന്ദ്ര പ്രസാദ് അത് നിഷേധിച്ചിരുന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം.